നമുക്ക് വളരെ സ്പെഷ്യലാണ് നമ്മളെ ഉച്ചഭക്ഷണത്തിന് ഉണ്ടാക്കുന്നത് വിഭവം. എന്നുവെച്ചാൽ കുറേ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് പുഴുക്ക്, നമ്മുടെ നാടൻ കഷ്ണങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള നല്ല ഒരു നാടൻ പുഴുക്ക്, അതാണ് ഇപ്പൊ ഇന്ന്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാ നമ്മൾ ഇന്ന് പുഴുക്കിനുള്ള കഷ്ണങ്ങളൊക്കെ എല്ലാം നാടൻ കഷ്ണങ്ങൾ തന്നെയാണ്, ഒക്കെ ഇവിടെ ഉണ്ട്. കടലയാണ് നമ്മൾ അതിൽ ചേർക്കുന്നത്. അപ്പോൾ കടല തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് ഇട്ടത് ഒക്കെ നല്ലപോലെ കഴുകിയെടുത്ത് നമുക്ക് കടല മാത്രം ആദ്യം കൊണ്ട് വേവിക്കാം. അത് കുക്കറിലിട്ടിട്ട്, കടലയ്ക്ക് നല്ല വേവുള്ളതല്ലേ, അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതവിടെ വേവട്ടെ. അപ്പം നമുക്ക് ഇനി കഷ്ണങ്ങൾ ഇതാ, ചേമ്പ് തണ്ട്, ചേമ്പ് തണ്ടാണ്, ഇണ്ണിത്തണ്ട് ഉണ്ട്, കപ്പ ഉണ്ട്, ചേമ്പ്, പച്ചക്കായ, എല്ലാം നല്ല നാടൻ കഷ്ണങ്ങൾ, പുഴുക്കിന് പറ്റിയ കഷ്ണങ്ങൾ. പിന്നെ ഇപ്പോൾ ചേന ഇല്ല, ചേന ഇന്നില്ല, അതില്ലാത്തുള്ളൂ കാര്യമായിട്ട്. എന്നാലും ഇത് മതി, തന്നെ ഉണ്ട് ഞങ്ങൾക്ക്. ഇണ്ണിത്തണ്ടും അതെ, നല്ല ഇതാണ് പുഴുക്കിലിട്ടാൽ. ഓരോന്നൊക്കെ നന്നാക്കി വെക്കുക നമുക്ക്. നല്ലൊരു പച്ച നേന്ത്രക്കായ, അത്യാവശ്യം വലിപ്പമുള്ള തന്നെയാണ്. ചെറിയ ചേമ്പാണ്, അതാണ് എടുക്കുന്നത് ഇതിലേക്ക്. അപ്പം നല്ല രസമാണ്, നല്ലൊരു പുഴുക്ക്. അതാണ് ഇപ്പം ഇന്നത്തെ പ്രധാനം നമുക്ക് ഉച്ച ഊണിന്. കപ്പയും വലിയൊരു കിഴങ്ങ് തന്നെയാണ്. ഒക്കെ ഇതാ തോല് ഒക്കെ ചെത്തി കഴുകി വെച്ചു. ഇനി നമുക്ക് അതൊക്കെ ഓരോന്ന് നുറുക്കിയെടുക്കണം. ഇണ്ണിത്തണ്ടന്നെ ആയിക്കോട്ടെ ആദ്യം. എന്നുവെച്ചാൽ അത് നമുക്കൊന്ന് കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു ആ നൂലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കളയണ്ടല്ലോ. അപ്പോൾ കുറച്ച് സമയം അത് വെള്ളത്തിൽ കിടക്കട്ടെ. അതാദ്യം നുറുക്കി വയ്ക്കാം. അത് നുറുക്കൽ കഴിഞ്ഞു. ഇനി നമുക്കത് ഈ ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി ഇതാ ചേമ്പും തണ്ട്, അതൊരു 4 കീറാക്കി നമുക്ക് ചെറുതാക്കി നുറുക്കിയിടാം. കായ അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു 4 കീറാക്കിയിട്ട് അതും നുറുക്കാം. ചേമ്പും നുറുക്കി നമുക്ക് കപ്പ അങ്ങോട്ട് കൊത്തിയിടാം. ഇനി ഇതാ ഇതിന് ആ ഒരു ഇണ്ണിത്തണ്ട് നുറുക്കിയതിൻ്റെ അതിൻ്റെ നമുക്ക് നൂല് അത് വലിച്ചെടുക്കണം. അതൊക്കെ കളയണം അമ്മ.
എല്ലാം ആയി. കഷ്ണങ്ങൾ നുറുക്കിയൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചു. ഇനി കടല നമ്മൾ നല്ല പോലെ ഒരു 8 വിസിൽ അത് കഴിഞ്ഞതാ നല്ലപോലെ അതവിടെ മാറ്റി വെച്ചു വേവിച്ചത്, വെള്ളക്കൂറ്റി കളഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഈ കഷ്ണങ്ങൾ നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ അത് നമുക്ക് ഈ കുക്കറിൽ നിന്ന് കടലൊക്കെ മാറ്റിയ ശേഷം പിന്നെ അതിൽ ഇട്ടിട്ട് ഇനി ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. പാകമാണ്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് വെള്ളം, പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ചതയ്ക്കാനുള്ളതാണ്. പച്ചമുളകും കറിവേപ്പിലയും തേങ്ങ ചിരകിയതും. ഇത് നമുക്കൊന്ന് ചതച്ചും വയ്ക്കാം. ഇതാ ഇപ്പോൾ ഒരു ഒറ്റ വിസിൽ അത് കഴിഞ്ഞ് വെള്ളമൊക്കെ നമ്മൾ ഒക്കെ ഊറ്റി കളഞ്ഞു. വെള്ളമൊന്നുമില്ല, വളരെ കുറച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ കടല വേവിച്ചിട്ട് നമുക്ക് അതിൽ ചേർത്തിട്ട് ഇനി ഒന്നുകൂടി നമുക്ക് ചെറുതാക്കി വേവിച്ചെടുക്കണം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ആക്കുന്ന കൂടി ചേരട്ടെ. കുറച്ചൊരു ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ലേശം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ചത്, തേങ്ങ ചതച്ചത് അത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കട്ട് ചെയ്യും. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പുഴുക്കിൽ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ വറവിടാനില്ലല്ലോ, അതുകൊണ്ട് നേരെ പച്ച വെളിച്ചെണ്ണ അതാണ് തുളിച്ചു കൊടുക്കാം. പുഴുക്കിന് പിന്നെ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളെ പുഴുക്ക് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഊണ് കഴിക്കലേ ഉള്ളൂ. ഊണ് കഴിക്കായി. നേരെ നമുക്ക് ചോറ് കൊടുക്കാം. പിന്നിപ്പം നമ്മൾ വളരെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ അതാണിത് സാമ്പാർ. പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട വിഭവം പുഴുക്ക്, അത് കൊടുക്കാം. നല്ല കട്ടയായിട്ടുണ്ട്, കഴിക്കാനും കൂടി ആയപ്പോഴേക്ക്. പിന്നെ പപ്പടം കാച്ചിയത്, പിന്നെ തൈരുണ്ട്. അപ്പോൾ സാമ്പാർക്ക് തൈര്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന് നമ്മളെ നാടൻ ഒരു പുഴുക്ക്. നല്ല നല്ല പുഴുക്കാണ്. വൈകുന്നേരം ഞങ്ങൾക്ക് കഞ്ഞിയാണ്. ഇപ്പോൾ കഞ്ഞിക്കും കൂടി കണക്കായിട്ടാണ് ഈ പുഴുക്കുണ്ടാക്കിയത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.